നമുക്കൊരു ജ്യൂസ് കുടിച്ചാലോ? ജ്യൂസ് നല്ല ഐഡിയ, പോവാ. നമുക്കെന്നാ ഒരു കാര്യം ചെയ്യാം. ഇപ്പോഴത്തേക്ക് പോകേണ്ടത് എവിടെയാലും പ്രശ്നമില്ല. നമുക്കെന്നാ ടാക്കോസിലേക്ക് പോയാലോ? നമ്മൾ കുറേ വട്ടം പോയതല്ലേ. ടാക്കോസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. കാരണം എന്താ അറിയോ, ഞാൻ ഒരു പ്രാവശ്യം അവിടെ ജ്യൂസ് കുടിച്ചപ്പോൾ 2 ജ്യൂസ് ഞാൻ വാങ്ങിച്ചു. വളരെ മോശം ജ്യൂസായിരുന്നു. ഞാൻ ബില്ല് ചെയ്യുന്ന സമയത്ത് പറഞ്ഞ് നിങ്ങൾ 2 ജ്യൂസിൻ്റെ പൈസ എടുക്കാൻ പറ്റില്ല, ഒരു ജ്യൂസിൻ്റെ പൈസ എടുക്കാൻ പറ്റും. അവർ പറഞ്ഞ് സാരമില്ല, ജ്യൂസ് മോശമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ട, 2 ജ്യൂസിൻ്റെ പൈസ നിങ്ങൾ കൊടുക്കണം പറഞ്ഞിട്ട് ഫ്രീ ആയിട്ട് വിട്ടു. എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. ഒരു ചെറിയൊരു ആക്ട് ഓഫ് എന്താ പറയുക, ഒരു കൺസിഡറേഷൻ തന്നപ്പോണ്ടല്ലോ. എന്താ സംഭവിച്ചത്? ഇത് 2 കൊല്ലം മുമ്പാണേ. ഇത് എന്ത് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നീട് ഞാൻ എപ്പം കണ്ണൂരിൽ ഫാമിലി ആയിട്ട് വരുമ്പോൾ എൻ്റെ ഫസ്റ്റ് ചോയ്സ് എന്താണ്? ഈ ഹോട്ടലാണ്, ഈ പറഞ്ഞ ഹോട്ടലാണ്. അപ്പോൾ ഇത് സത്യത്തിൽ നമ്മുടെ ഒരു വലിയൊരു പഠനമാണ്. എന്ത് നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിൽ, നമ്മൾ ചെയ്യുന്ന സർവീസിൽ ചെറിയ ചെറിയ വിട്ടുവീഴ്ചകൾ ചെയ്തെടുക്കുമ്പോണ്ടല്ലോ, അത് വലിയൊരു ഗുഡ് വില്ലായിട്ട് വരും. മേ ബി നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ 2 ജ്യൂസ് നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അതും ആ കോണ്ടെക്സ്റ്റിലാണ്. വെറുതെ 2 ജ്യൂസ് ഫ്രീ ആയിട്ട് കൊടുത്തിട്ട് കാര്യമില്ല. ഒരാളൊരു പരാതി പറയുമ്പോൾ അതിനെ നല്ല രീതിയിൽ ഡീൽ ചെയ്തപ്പോൾ മേ ബി ഒരു 100 റുപ്യക്ക് അവർക്ക് കോസ്റ്റ്, അതിനുകൊണ്ട് അവർക്ക് എത്ര വാല്യൂ കിട്ടി? ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നു, എൻ്റെ ഫാമിലിയായിട്ട് ഞാൻ വന്നൊരു 10-50 പ്രാവശ്യം ഞാൻ അവിടെ കയറിയിട്ടുണ്ടാവും. ഇതൊരു കാരണമാണ്. പിന്നെ അവിടെ നല്ല ഫുഡുമാണ്, ഇതൊരു കാരണമാണ്. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ബിസിനസ്സിൽ സർവീസിലും ഇതുപോലെ എന്ത് ചെയ്യണം, ചെറിയ ചെറിയ സ്ഥലത്ത് നമ്മൾ വിട്ടുവീഴ്ച കൊടുക്കാൻ പറ്റും. ഈ വിട്ടുവീഴ്ച എന്താ പറയുക, ഇതൊരു അഡ്വർടൈസ്മെൻ്റ് ആയിട്ട് കണക്കാക്കിയാൽ മതി, വലിയ എന്തെങ്കിലും റിസൾട്ട് വരും. ഇതാണ് ഇന്നത്തെ കാര്യം. ഏതായാലും നമുക്ക് അവിടെ തന്നെ പോകാം അല്ലേ? എന്നാൽ ഓക്കെ അല്ലേ? സെറ്റ്.